ഇല്ലെങ്കിൽ നല്ലവനായിരുന്നു. എൻ്റെ അഭിപ്രായം നല്ലവന് വളരെ മന്നയ ഇലക്ട്രിസിറ്റി മന്ത്രിയാണ്. ആദ്യം എനിക്ക് എന്നോട് പറഞ്ഞ 3 വോട്ടും PC ഓറില്ല, മുസ്ലിങ്ങളാണ്. എൻ്റെ വർത്താനം പറയായിരുന്നു, ചുമ്മാ വൃത്തിയെ പറഞ്ഞുണ്ടാക്കരുത്. ശക്തമായ പ്രചാരണം, വളരെ ക്ഷീണിതനായി ഇന്നത്തെ പര്യടനം അവസാനിപ്പിച്ചു. ക്ഷീണമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എല്ലാ തവണയും PC ജോർജ് സാറിൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ ഭൂരിപക്ഷം കൃത്യമായി പറയാനുള്ള ഒരു കോൺഫിഡൻസ് കേരളത്തിൽ വളരെ ചെറിയ ആളുകൾക്ക്, വളരെ കുറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് മാത്രം, നേതാക്കൾക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. പറഞ്ഞോളൂ, ഇത്തവണത്തെ ഒരു ഭൂരിപക്ഷം 20,000 മുകളിൽ വരും. എൻ്റെ ഉറച്ച വിശ്വാസം. മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടി തന്നെയാണ്. മത്സരം 2-3 വേണ്ടിയേ ഉള്ളൂ. UDF LDF മത്സരിക്കുക 2-3. അതിന് SDP തീരുമാനം വന്നിട്ടില്ല. SDP പിന്തുണ കൊടുക്കുന്ന 2 വരും, SDP തീരുമാനം കൊടുക്കാവുന്ന 3 ആവും. 2-3 ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ കുറിച്ച് വിലയിരുത്തുമ്പോഴേ, കുഞ്ഞാറിനെ വർഷങ്ങളോളം ഒരു അധികായനായി ഹോൾഡ് ചെയ്തതാണ് സാറ്. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം എന്തായിട്ടാണ് കാണുന്നത്? അങ്ങനെ മനുഷ്യനെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. പ്രത്യേകിച്ച് 5 കൊല്ലം ഒരു MLA കിട്ടിയാൽ 30 കോടി രൂപ MLA ഫണ്ട് തന്നെ കിട്ടും. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു, ഒന്നും ചെയ്താൽ കാണാനില്ല. അതാണ് വലിയ കുഴപ്പം. വളരെ മോശമല്ല. വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണാനില്ല. കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ കാണുന്നു, ഞാൻ പോയിട്ട് വഴിയിലൊന്നും കാണുന്നില്ല. അതാണ് സങ്കടം. വളരെ സങ്കടകരമായ സംഭവമല്ല. സ്വാഭാവികമായിട്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട്. ഈ ചില സ്ഥലങ്ങളിൽ വളരെ ശക്തമായി കേൾക്കുന്ന ഒരു ചർച്ചയാണ് ഇത്തവണ BJP LDF CPM ഡീൽ എന്നുള്ളത്. എങ്ങനെയാണ്? വെറും വൃത്തികെട്ട ഡീല് വർത്താനമാണ്. ഏത് സ്ഥലത്തും BJPയെ സംബന്ധിച്ച് ഒരു ഡീലും ഇല്ല. അയ്യോ, ഒരിടത്തും ഒരു ഡീലും ഇല്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ചാണ്. ഇവിടെ ത്രിതല പഞ്ചായത്ത് നിന്നപ്പോഴും അവർ ഒരുമിച്ചായിരുന്നു നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അവരൊരുമിച്ചാണ്. എന്നിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഡീലാണ്. ഏത് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ വോട്ട് ചെയ്യുന്നത് പറയട്ടെ, ഏത് കോൺഗ്രസ്സുകാരെ ഞാൻ വോട്ട് ചെയ്യുന്നത്? എന്നിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തകരുക. ഞാൻ പറയാം, ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയ ക്രിസ്ത്യാനിയെ പറ്റിയാണ് ഇവർ പറയുന്നത്. ക്രിസ്ത്യാനി MLA ആകെ 34 എണ്ണമുള്ള ഇന്ത്യ മുന്നണിക്കെല്ലാം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. അതേസമയം BJPക്ക് മാത്രം 234 എണ്ണമുണ്ട്. അപ്പോൾ ആരാ ക്രിസ്ത്യാനി സഹായിക്കുന്നവരെ? അവസാനമായി നമുക്ക് ആളുകൾ കൂടി ഒരു ചോദ്യം കൂടി. ഈ ഈരാറ്റുപേട്ടയെ നമ്മൾ ഹോൾഡ് ചെയ്യാതെ, ഈരാറ്റുപേട്ടയെ ഗൗനിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് സാറുള്ളത്, അല്ലേ? ഈരാറ്റ് ഗവനിക്കാതെ പോകല. ഈരാറ്റോട്ട് എൻ്റെ പഞ്ചായത്തല്ലേ, എൻ്റെ മുനിസിപ്പാലിറ്റി, ഞാൻ മുനിസിപ്പാലിറ്റി ആക്കിയതാണ്. അവരെ ഗവനിച്ച് തന്നെ പോവും. പക്ഷെ അവിടുത്തെ വോട്ട് എനിക്ക് ഇത്തവണ വ്യത്യസ്തമായിട്ട് എനിക്ക് ഇത്തവണ ഈരാറ്റോട്ട് വോട്ട് മൂന്നായിട്ട് വിഭജിക്കപ്പെടും. അതാ മനസ്സിലായി. അതിനകത്ത് ഞാനാണ് ഭൂരിപക്ഷം അംഗീകാരപ്പെടുന്നില്ലെങ്കിലും എൻ്റെ ഒരു കണക്കിൽ മോശമല്ലാത്ത വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സംശയമുണ്ട് ഈരാറ്റോട്ടെ. ഞാൻ ഈ നേരത്തെ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ദൈവം സാക്ഷി എന്നെ പറയുന്നത് മിനിഞ്ഞാന്ന്. അതായത് ഒരു മൗലിക എന്നെ വിളിച്ചു രാവിലെ, കുഞ്ഞോനെന്ന് വിളിച്ചത്. അത് സ്വാതന്ത്ര്യം ഉണ്ടാവും. ഞാൻ എന്നെ മൗലി വിശേഷം, ഞാൻ 1ാം സ്ഥാനം PC പറയും കേട്ടോ, ഞാൻ വോട്ട് ചെയ്യുകയാണ് ക്ലീൻ. അത് കഴിഞ്ഞ് വെള്ളാത്തോളം തമ്മിയെണ്ണം വിളിച്ചു. ഞാൻ തമ്മിയണെ, കുഞ്ഞാനെ എൻ്റെ പൊണ്ടാറ്റിയെ വോട്ട് ചെയ്യാൻ പോവാ, കുഞ്ഞാൻ 1ാമതാ. എന്നെ കുഞ്ഞാൻ അവരെ വിളിക്കുന്നത്. ആദ്യം എനിക്ക് എന്നോട് പറഞ്ഞ 3 വോട്ടും PC പറയില്ല, മുസ്ലിങ്ങളാണ്. എൻ്റെ വർത്താനം പറയായിരുന്നു, ചുമ്മാ വൃത്തിയെ പറഞ്ഞുണ്ടാക്കരുത്. ഈരാറ്റയുടെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം മനസ്സ് എന്നെ സ്നേഹിക്കുന്നത് സംശയം തിരിച്ചു വന്നിട്ടുണ്ട്. അവസാനമായ ഒരു ചോദ്യം കൂടെ. 10 വർഷം ഭരിച്ചിട്ടും പിണറായിയുടെ മാത്രം മുഖം വെച്ച് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ LDF എങ്ങനെയായിരിക്കും ഇത്ര കോൺഫിഡൻസ് ഉണ്ടാവുക? എനിക്കറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി ആ മനുഷ്യനെപ്പറ്റി ഒത്തിരി പറഞ്ഞിട്ടുള്ള ഇനി പറയുന്നില്ല. എനിക്കറിയത്തില്ല എന്തൊരു മോശം അങ്ങനെ, വളരെ സങ്കടകരമാണ് അത്രയും പറയുന്നത്. അങ്ങനെ പോക്ക് ദുഃഖമുണ്ടായിരിക്കുക. അങ്ങനെ ഒരു നല്ല ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രി ആയപ്പോൾ പഴിച്ചുപോയി. ഇല്ലെങ്കിൽ നല്ലവനായിരുന്നു. എൻ്റെ അഭിപ്രായം നല്ലവന് വളരെ മന്നയ ഇലക്ട്രിസിറ്റി മന്ത്രിയാണ്. മുഖ്യമന്ത്രിയായി പഴിച്ചു. എപ്പോഴും ജോസ് കെ മാണി തൊട്ടടുത്ത മണ്ഡലത്തിൽ താങ്കൾ ഒരു പരാമർശം എപ്പോഴും നടത്തുന്നതാണ് ഇലക്ഷൻ സമയത്ത്. ഇത്തവണ ജോസ് കെ മാണിക്ക് ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? ജോസ് കെ മാണിക്ക് തോക്കാനുള്ള പ്രതീക്ഷയാണ്. ആർക്കറിയാലോ തോക്കുന്നു. 2ാം സ്ഥാനത്തുണ്ടാവും. 2ാം സ്ഥാനത്ത് അയാൾ വേണമെന്നില്ല, നിർബന്ധമില്ല. അത് മാണിക്കാപ്പനും അയാളും കൂടെ നല്ല മത്സരമാണ് 2ാം സ്ഥാനത്തിന് വേണ്ടി. ആരാന്ന് ആർക്കറിയാം. വളരെ സന്തോഷം.